എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു നന്ദ്യാർ വട്ടത്തിനെ പറ്റി വലിയൊരു വീഡിയോ ഇടാമെന്ന്. അതനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. വേറൊരു പൂവുണ്ട് ഒറ്റ ലെയറായിട്ട് ഇരിക്കുന്നത്. അതിന് ചിലരൊക്കെ നന്ദ്യാർ വട്ടം എന്ന് പറയാറുണ്ട്. പക്ഷെ അത് ഞാൻ ശരിക്കും പഠിച്ചിട്ടില്ല കേട്ടോ. പഠിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഇടാം. ഇതാണ് ഞാൻ പറഞ്ഞ നന്ദ്യാർ വട്ടപ്പൂവ്. അതിന് ടാർബറിനെ മൊണ്ടാന ദിവാരിക്കേറ്റ എന്നും പറയാറുണ്ട്. അതൊക്കെ ശാസ്ത്രീയ നാമമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ ചെടികളോടും പൂക്കളോടും ശരിക്കും ഇഷ്ടമുണ്ടോ എന്നാണ് അറിയേണ്ടത്. എന്താണെന്ന് വെച്ചാൽ ചിലവർ എൻ്റെ ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്നുണ്ട് അവർ. എങ്കിലും ഇതിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ച് വരുമ്പോൾ അയ്യോ അയ്യോ എനിക്ക് കേൾക്കണ്ട എന്നൊക്കെ പറയുവേ. അയ്യോ എനിക്ക് കേൾക്കണ്ട മനസ്സിലാവില്ല. പിന്നെന്താണ്, അപ്പോൾ നമുക്ക് എന്തോ പൊട്ടംകളി കളിക്കണ പോലെയൊക്കെ തോന്നും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ കാണുക, ഇതിനെപ്പറ്റി അറിയണമെന്ന് ആഗ്രഹമുള്ളവർ കാണുക. അതേ എനിക്ക് പറയാനുള്ളൂ, അല്ലാണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. പിന്നെ ചിലവർ അറിവുള്ളവരുണ്ട് കേട്ടോ, അവരാണെങ്കിൽ നിസ്സഹകരണവുമാണ്. അവരൊന്നും ഇങ്ങോട്ട് അടുക്കുകയില്ല. അത് പോട്ടെ, നമുക്ക് ഈ നന്ദ്യാർ വട്ടത്തിനെ പറ്റി പറയാം. പണ്ട് കാലത്ത് ഇത് ഗ്രാമങ്ങളിലും മിക്ക വീടുകളിലും പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണാൻ വളരെ മനോഹരമാണ്. അതാണ് മുറ്റത്തെ വെളുത്ത വസന്തം എന്ന് പറയുന്നത്. മുറ്റത്ത് ധാരാളം വെളുത്ത പൂക്കളുണ്ട്, എങ്കിലും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇതിന് രാത്രി സമയങ്ങളിൽ മാത്രമേ ഇതിന് നേരിയ സുഗന്ധമുള്ളൂ. പകലൊന്നും അധികം ഉണ്ടാകില്ല സുഗന്ധം. പൂജകൾക്കും ചില മതേതര കാര്യങ്ങൾക്കും മാലകൾ കെട്ടുന്നതിനും മറ്റുമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാണ്ട് ഔഷധ ഗുണമുള്ളതാണ്. കണ്ണുകൾക്കാണ് അധികം നന്ദ്യാർ വട്ടത്തിനെ പറ്റി പറഞ്ഞു കേൾക്കുന്നത്. കണ്ണിന് വളരെ നല്ലതാണ്, തണുപ്പിക്കുന്ന ഗുണമുണ്ട് അതിന്. ഈ നന്ദ്യാർ വട്ടത്തിൻ്റെ പൂവ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം കൊണ്ട് കണ്ണ് കഴുകാറുണ്ട്. ആയുർവേദത്തിലും സിദ്ധ ഔഷധത്തിലും ഇത് എടുക്കുന്നു, ഔഷധത്തിനായിട്ട് എടുക്കുന്നു. കണ്ണിലെ അണുബാധ, ചർമ്മരോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നു. മതപരമായ അത് ഞാൻ പറഞ്ഞല്ലോ. നന്ദ്യാവട്ടൈ പുഷ്പം, നന്ദ്യാവട്ടൈ മലൈ, നന്ദ്യവട്ടം വേണി, പല പേര് പല സ്ഥലങ്ങളിലും പല പേരാണ് അറിയുന്നത്. തിളക്കമുള്ള നല്ല പച്ച ഇലകളും വെളുത്ത പൂക്കളും, അത് തന്നെ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ്. മാത്രമല്ല അത് നിറയെ പൂത്ത് നിൽക്കുന്നത് കാണാൻ എന്താ രസം എന്നറിയോ. വളരെ മനോഹരമായ പൂവാണ്. പണ്ട് കാലത്ത് ചെങ്കണ്ണ് വന്നിട്ടുണ്ടെങ്കിൽ, കണ്ണിൽ വരുന്ന ചുവപ്പില്ലേ, അത് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പൂവ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം കൊണ്ടാണ് കണ്ണ് കഴുകുന്നത്. അത് ചിലർ പൂവിൻ്റെ നീരൊക്കെ ഒഴിക്കും കേട്ടോ. നിങ്ങൾക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ വൈദ്യരോടോ അറിവുള്ളവരോട് ചോദിച്ചിട്ട് ചെയ്യുക. എനിക്കൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇതെല്ലാം. കണ്ണിന് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട്. കണ്ണിൻ്റെ കാര്യമാണ് അധികം പറഞ്ഞു കേൾക്കുന്നത്. വളരെ നല്ലതാണ്, തണുപ്പിക്കാൻ നല്ലതാണ്, വീക്കം തടയൽ, വേദന സംഹാരിയാണ്. അപ്പോൾ ഈ ആയുർവേദത്തിലും സിദ്ധൌഷധത്തിലും ഔഷധത്തിനായിട്ട് എടുക്കുന്നു. കണ്ണിലെ അണുബാധ മാറ്റുന്നതിന് ഉപയോഗിക്കുന്നു. ഇതെല്ലാമാണ് പറഞ്ഞു വരുന്നത്. ഡബിൾ ലെയർ ഉള്ളത്, ആ ഒറ്റ ലെയർ ഉള്ളതിന് നന്ദ്യാർ വട്ടം എന്ന് പറയുമെങ്കിലും അതിൽ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അതിൻ്റെ ഇലകൾ ഇങ്ങനെ ഇലകളല്ല, പൂക്കളിൻ്റെ ഇതളുകൾ ചുരുട്ടക്കിയിരിക്കും, ഒറ്റ ലെയറും ആയിരിക്കും, അല്ലാണ്ട് കൂർത്തിരിക്കില്ല. കൂർത്തിരിക്കുന്നത് ഒരു കുരുട്ടുപാലയോ മറ്റോ ആണത്. അതിൻ്റെയൊക്കെ പേരെന്താണെന്നൊക്കെ ശരിക്കും പഠിച്ചതിന് ശേഷം ഇടാട്ടോ. അല്ലാതെ വല്ലതൊക്കെ പറഞ്ഞിട്ടെന്ത് കാര്യമില്ലല്ലോ. ഇതിൻ്റെ ഇലയും അതിൻ്റെ തണ്ടും എല്ലാം ഒടിക്കുമ്പോഴത്തേക്കും വെളുത്ത നിറത്തിലെ പാല് പോലെ വരും. അതിന് ലാറ്റക്സ് അത് വരും. കുറച്ച് ഗുണങ്ങൾ കൂടി പറയാട്ടോ. കണ്ണിന് വളരെ നല്ലതാണെന്ന് പറഞ്ഞു. കണ്ണിലെ അണുബാധ, ചർമ്മരോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നു, പൂജകൾക്ക് എടുക്കുന്നു, ക്ഷേത്രങ്ങളിൽ മാല കെട്ടുന്നതിനും മറ്റും എടുക്കുന്നു. പല റൂട്ട്
വേര് ടൂത്തേക്കിന് ഔഷധമാണ്. അതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, കൂളിംഗ് ആണ്, ബേണിംഗ് സെൻസേഷനെല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഒറ്റ ഇതളുകളിലും അടുക്കുകളുമുള്ള ഇതളുകളും കാണുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒറ്റ ഇതളുകൾ ഞാൻ പിന്നീട് വിവരിക്കാം കേട്ടോ. ഈ പൂക്കൾക്ക് രാത്രി കാലങ്ങളിലാണ് ചെറിയ നേരിയ സുഗന്ധമുള്ളത്. ഇതിൻ്റെ തണ്ടിന് ഇല്ല, ഇതിനൊക്കെയാണ് പാൽ പോലെ വരുന്ന ലാറ്റക്സ്. അലങ്കാരച്ചെടി മാത്രമല്ല, ഔഷധ ഗുണം കൂടിയുണ്ട്. കണ്ണുകളുടെ സംരക്ഷണം, കണ്ണിലെ ചുവപ്പ്, പഴുപ്പ് ഇവ മാറുന്നതിന് നന്ദ്യാർവട്ടം വെള്ളത്തിലിട്ട് വെച്ച് കണ്ണ് കഴുകാറുണ്ട്. ഇതിൻ്റെ വേരും തൊലിയും പലതരത്തിലുള്ള മുറിവുകൾക്കും പല്ലുവേദനയ്ക്കും മരുന്നായി ഉപയോഗിക്കുന്നു. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നെല്ലാം നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക. ഏതായാലും ഇതിന് നട്ടു വളർത്തുകയാണെങ്കിൽ കമ്പ് നട്ടാണ് വളർത്തുന്നത്. വളരെ എളുപ്പത്തിൽ പിടിക്കും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ പിടിക്കും. അതിൻ്റെ പരിപാലനവും ലളിതമാണ്. അപ്പോൾ ഇതനുസരിച്ച് പിന്നെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം ഇത് നടാൻ. അങ്ങനെ നട്ടിട്ടുണ്ടെങ്കിൽ ധാരാളം പൂക്കളുണ്ടാകും. പിന്നെ ഇടയ്ക്കൊക്കെ വെള്ളമൊക്കെ ഇട്ട് കൊടുക്കുക. വീടുകളിലും അമ്പലമുറ്റത്തും ഇത് നട്ടു വളർത്തുന്നു. അപ്പോൾ നിങ്ങളും ഇതുപോലെ നട്ടു വളർത്തുക. പല ചെടികളും വളർത്തുന്ന കൂട്ടത്തിൽ നന്ദ്യാർവട്ടവും വളർത്തുക. ഒന്നില്ലെങ്കിൽ അത് ഇട്ട് വെച്ചിട്ടുള്ള വെള്ളം കൊണ്ട് കണ്ണൊക്കെ കഴുകാമല്ലോ. നല്ല ഈ ചൂടുകാലത്തും അല്ലാത്തപ്പോഴും എല്ലാം കണ്ണിന് നല്ലതാണ്, കാണാനും ഭംഗിയാണ്. ഇതിൻ്റെ പൂക്കളെല്ലാം മുറ്റത്തെ വെളുത്ത വസന്തം എന്ന് പറഞ്ഞു. അത് പക്ഷേ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. നിങ്ങളും നട്ടു വളർത്തുക. പിന്നെ ഞാൻ ആ ഒറ്റ ഇതിലുള്ള പൂവിടെ ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ഞാൻ പറയാം കേട്ടോ. ഒരെണ്ണം കുരുട്ടുപാലയാണെന്നാണ് എൻ്റെ അറിവ്. അത് കുരുട്ടുപാലയാണെങ്കിൽ അത് കാലിലൊക്കെ മുള്ള് കയറുമ്പോൾ അതിൻ്റെ ആ വെളുത്ത നിറത്തിലുള്ള ലാറ്റക്സ് ഇറ്റിക്കുകയാണെങ്കിൽ മുള്ള് തനിയെ പുറത്തേക്ക് തള്ളിപ്പോരും. അതറിയാം. ഇനി നന്ദ്യാർവട്ടത്തിൻ്റെ എനിക്കത് ഞാൻ കേട്ടിട്ടില്ല. ഈ കണ്ണിൻ്റെ കാര്യമൊക്കെ മാത്രം അധികം കേട്ടിട്ടുള്ളൂ. സ്കിന്നിൻ്റെയും പിന്നെ പൂജകൾക്ക് എടുക്കുന്നതും മറ്റും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതെല്ലാം നട്ടു വളർത്തുക. വേറെ എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ പറയുക. കമൻ്റായിട്ട് പറയാം. കമൻ്റായിട്ട് പറയുമ്പോൾ എനിക്കും അറിവ് കിട്ടുമല്ലോ. അപ്പോൾ ഞാനതെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ആരും കമൻറ്റ് വളരെ കുറവാണ് ഇടുന്നത്. ആരും ഇടാറില്ല. ഞാൻ കമൻ്റ് ഇടൂ, ലൈക്ക് ചെയ്യൂ എന്നൊന്നും പറയാറില്ല. നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. കമൻ്റ് ഇടാൻ പറ്റിയാൽ ഇടുക. അതൊക്കെ ഒരു സന്തോഷമാണ്. ഞാൻ ഏതായാലും വീഡിയോ ചെയ്യുന്നു. അപ്പോൾ നിങ്ങളും അതിനോട് സഹകരിക്കുകയാണെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാവും. പിന്നെ പല അപാകതകളും ഉണ്ടാകുമെന്നറിയാം. എന്ന് വെച്ചാൽ അത്രയ്ക്ക് വലിയ അറിവോടുകൂടി ചെയ്യുന്നതല്ല ഇത്. അതുകൊണ്ട് പല തെറ്റുകളും സംഭവിക്കാം. പിന്നെ നേരെ ഉണ്ടാക്കി ചെയ്യുന്നതാണ്, അതും കൂടിയുണ്ട് ഇതിലെ മിസ്റ്റേക്ക്. പിന്നെ ചിലതെല്ലാം പഠിച്ചു വരികയാണ്. പഠിച്ചു വന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ നന്ദ്യാർവട്ടത്തിൻ്റെ കാര്യം പണ്ടേ അറിയാവുന്നതാണ് എനിക്ക്. ഔഷധ ഗുണമുള്ള ഒരു പൂവാണെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ നട്ടു വളർത്തി. ഞാൻ വേറുള്ളവർക്ക് നട്ടുപിടിപ്പിച്ച് കൊടുത്തിട്ടുമുണ്ട്. പിന്നെയും ഞാൻ നട്ടു വളർത്തി. പക്ഷേ എൻ്റെ ഇതെല്ലാം വീട്ടിൽ ചെടിച്ചട്ടിയിൽ നിൽക്കുന്നത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറവുകളുണ്ട്. ഇപ്പം നിലത്ത് നടുകയാണെങ്കിൽ അത് നല്ലപോലെ കുട പോലെ വിടർന്ന് നിൽക്കും. അതൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ്. ഇപ്പം എനിക്കതൊന്നും എടുക്കാൻ നേരെയില്ല. ഇപ്പം എൻ്റെ ഇവിടെ വീട്ടിലുള്ളത് മാത്രമല്ലേ എനിക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അതിനായിട്ട് നമ്മൾ മറ്റു എൻ്റെ വീട്ടിലൊക്കെ പോയിട്ടൊക്കെ എടുക്കുമ്പോഴത്തേക്കും നേരം പോകും. ഇങ്ങനെ വീഡിയോ ഇടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലുള്ള പൂക്കളൊക്കെ വെച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകുമെന്ന് കരുതുന്നു.
അതുപോലെ തന്നെ ലൈവും എനിക്ക് അത്രയ്ക്ക് വലിയ നിശ്ചയമില്ല. അത് ചെയ്ത് വരികയാണ്. വരുമ്പോഴത്തേക്കും എനിക്കത് അതിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാനൊന്നും പഠിച്ചു വരുന്നേ ഉള്ളൂ. എനിക്കറിയില്ല. ലൈവ് എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എല്ലാം ചെയ്തു നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള അറിവ് എനിക്ക് കൂടി ഷെയർ ചെയ്ത് തരിക. അതെനിക്കൊരു അനുഗ്രഹമായിരിക്കും. പക്ഷെ നിങ്ങളാരും ഒന്നും ചെയ്യണില്ല. സന്തോഷമുണ്ട് എല്ലാവരും കാണുന്നതിൽ. കുറേ സബ്സ്ക്രൈബറൊക്കെ ഉണ്ടല്ലോ, അത് തന്നെ എനിക്ക് വളരെ ഒരു സന്തോഷമാണ്. അതുകൊണ്ട് വീഡിയോ നിർത്താനും തോന്നില്ല. നിങ്ങൾ കാണുക കുപ്രിയയുടെ ലക്ഷ്മി ശിവ്.